ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കഥ സ്പേസി ബുള്ളറ്റ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് പ്രീവിയസ് ആയിട്ട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളുടെ രണ്ടാമത്തെ സെറ്റ് പരിചയപ്പെടാം. അപ്പോൾ 10 ചോദ്യങ്ങളാണ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ഒന്നാമത്തെ ചോദ്യമാണ് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ ഭാഗം. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിട്ട് ബന്ധപ്പെട്ട് ഏതൊരു ഭാഗത്ത് ഏത് പാർട്ടിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉള്ളത്? ഭരണഘടനയുടെ ഭാഗം 3-ലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉള്ളത്. മറ്റൊന്ന് ചോദിക്കാറുള്ളത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി, മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ 4-ാമത്തെ ഭാഗത്താണ് ഉള്ളത്. അതുപോലെ തന്നെ എന്താണ് മൗലിക കടമകൾ, എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. അത് 4A-യിലാണ് വരുന്നത്. അതുപോലെ തന്നെ 2 പൗരത്വം വരുന്നതാണ് ഭാഗം 2-ൽ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, എപ്പോഴും റിപ്പീറ്റ് ചെയ്യാറുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ കിട്ടിയാലോ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഭരണഘടനയുടെ 3-ാം ഭാഗത്താണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, മൗലിക കടമകൾ എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നുമാണ്? അപ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നുള്ളത് അത് കടമെടുത്തിട്ടുള്ളത് റഷ്യയിൽ നിന്നാണ്. റഷ്യയിൽ നിന്നും കടമെടുത്ത മറ്റൊരു ആശയമാണ് 5 ഇയർ പ്ലാൻസ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും 5 ഇയർ പ്ലാൻസും എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? റഷ്യ അല്ലെങ്കിൽ USSR, എങ്ങനെ വേണമെങ്കിൽ ഓപ്ഷനിൽ പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ എപ്പോഴും ചോദിക്കാറുള്ളത് മൗലികാവകാശങ്ങൾ, അത് US-ൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. മൗലികാവകാശങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ആമുഖം പ്രിയാമ്പിൾ, ഓക്കെ, അത് കടമെടുത്തിട്ടുള്ളത്. ഇംപീച്ച്മെൻറ്റ്, പ്രസിഡൻറ്റിനൊക്കെ പദവിയിൽ നിന്നും പുറത്താക്കുന്ന ഇംപീച്ച്മെൻറ്റ്, ഇതൊക്കെ USA-ൽ നിന്നാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി, മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയമാണ്. കടമെടുത്തിട്ടുള്ള ആശയം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എപ്പോഴും ചോദിക്കാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നും കടമെടുത്തിട്ടുണ്ട്. ഗവർണർ പോലുള്ള ആശയങ്ങളൊക്കെ. പ്രസിഡൻ്റൊക്കെ എവിടെയാണ് വരുന്നത്? എപ്പോഴും ചോദിക്കാറുണ്ട്. പ്രസിഡന്റ് USA-ൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പം CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ബൈക്യാമറലിസം, ദ്വിമണ്ഡലസഭ, അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെന്താണ് സ്പീക്കർ, പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്റർ, ഓഫീസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ എപ്പോഴും ചോദിക്കുന്ന മറ്റൊന്നാണ് നമ്മുടെ ക്യാബിനറ്റ് എന്നുള്ളൊരു ആശയം. ഓക്കെ, റിട്ടുകൾ, ഇതൊക്കെ കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ബ്രിട്ടനിൽ നിന്നാണ്. എന്നാൽ പ്രസിഡന്റ്, പ്രിയാമ്പിള്, മൗലിക അവകാശങ്ങൾ, ഇതൊക്കെ USA-ൽ നിന്നാണ്. മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡിൽ നിന്നാണ്. അപ്പോൾ അതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്നത് നീതി ആയോഗാണ്. എപ്പോഴും ചോദിക്കാറുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് നീതി ആയോഗിൽ നിന്ന് ചോദിക്കുന്നതാണ് ആസൂത്രണ കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് ഇന്ത്യയിൽ നിലവിൽ വന്നതാണ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ വലിയൊരു ക്ലാസ്സാണ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ചോദ്യങ്ങൾ ആ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നാലാമത്തെ ചോദ്യം, നീതി ആയോഗ് നിലവിൽ വന്ന വർഷം മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നീതി ആയോഗ് നിലവിൽ വന്ന വർഷം ഏതാണ്? 2015 ജനുവരി 1-ാം തീയതിയാണ് നിലവിൽ വന്നിട്ടുള്ളത്. ആസൂത്രണ കമ്മീഷന് പകരമാണ് നീതി ആയോഗ് നിലവിൽ വന്നിട്ടുള്ളത്. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ CEO BVR സുബ്രഹ്മണ്യമാണ്. എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സുമൻ ബറിയെ കുറിച്ചിട്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനാണ് സുമൻ ബറി. പിന്നെ നീതി ആയോഗ് ആയാലും പ്ലാനിംഗ് കമ്മീഷൻ ആയാലും എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും അതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സുമൻ ബറി മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് ഇപ്പോഴത്തെ നിലവിലുള്ളത് കേട്ടോ. ഇനി അടുത്തത്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥനാണ്. അപ്പോൾ ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. എന്നാൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നോർമൻ ബോർലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ശാസ്ത്രജ്ഞനാണ്. നോർമൻ ബോർലോഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹരിത വിപ്ലവം എന്നുള്ളത് 2023 പരീക്ഷകളിലൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്തിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഒരുപാട് പരീക്ഷകളിൽ. അപ്പോൾ അതിൻ്റെ ക്ലാസ് നമ്മൾ ഷുവർ ഷോട്ട് എന്നുള്ളൊരു ടോപ്പിക്കിൽ തന്നെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും പോയി കാണാം കേട്ടോ. ഇനി അടുത്തത്, സുസ്ഥിര വികസനം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 12-ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ടാണ് സുസ്ഥിര വികസനം ബന്ധപ്പെട്ടിരിക്കുന്നത്. 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു സുസ്ഥിര വികസനം. സമഗ്രമായിട്ടുള്ള വികസനം, സമഗ്ര വളർച്ച, അതൊക്കെ പറയുന്നത് എപ്പോഴും എന്തിലാണ്? 11ാമത് 5 ഇയർ പ്ലാനിലാണ്. 11th 5 ഇയർ പ്ലാനിലാണ് സമഗ്ര വികസനം എന്ന് പറയുന്നത്. എന്നാൽ സുസ്ഥിര വികസനം ചോദിച്ചാൽ 12ാമത് പഞ്ചവത്സര പദ്ധതിയാണ്. പിന്നെ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഗരീബി ഹട്ടാവോ, അതൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത് 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. പിന്നെ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് 1-ാം പഞ്ചവത്സര പദ്ധതി. വ്യവസായത്തിനാണെങ്കിൽ 2-ാം പഞ്ചവത്സര പദ്ധതി. ഇതൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന പഞ്ചവത്സര പദ്ധതിയിലെ ചോദ്യങ്ങളാണ്, പ്രത്യേകിച്ച് ലക്ഷ്യങ്ങൾ. ഓക്കെ, ഇനി അടുത്തത്,
വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ബാലവേലയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ആർട്ടിക്കിൾ 24 ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭരണഘടനാ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. അപ്പോൾ ബാലവേല ഏത് ആർട്ടിക്കിളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? 24ാമത് ആർട്ടിക്കിളാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ബാലവേല നിരോധനമാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 23 അടിമക്കച്ചവടം അതൊക്കെയാണ് 23ാമത്തെ ആർട്ടിക്കിളിൽ പറയുന്നത്. അപ്പോൾ ചൂഷണത്തിനെതിരെയുള്ള അവകാശം അല്ലേ, ചൂഷണത്തിനെതിരെയുള്ള നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, മൗലിക അവകാശങ്ങളിലൊന്നാണ് അല്ലേ ചൂഷണത്തിനെതിരെയുള്ള അവകാശം. അതിലാണ് 23, 24 തുടങ്ങിയിട്ടുള്ള ആർട്ടിക്കിളുകൾ വരുന്നത്. അതുപോലെ തന്നെ എപ്പോഴും ചോദിക്കാറുണ്ട്, നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്, ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14ലാണ്. റൈറ്റ് ടു ഇക്വാലിറ്റിയിലാണ് അതൊക്കെ വരുന്നത്. അതുപോലെ തന്നെ എന്താണ്, മൗലിക സ്വാതന്ത്ര്യങ്ങൾ 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണുള്ളത്. അതൊക്കെ 19ാമത്തെ ആർട്ടിക്കിളിലാണ് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അതൊക്കെ എപ്പോഴും ഉള്ളതാണ്, ശ്രദ്ധിക്കാം. ഇനി ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ അത് ഒറ്റ തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളൂ. 1976 42ാം ഭേദഗതിയിലാണ് അത് ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 42ാം ഭേദഗതിയിൽ 1976 42ാം ഭേദഗതിയിലാണ് ഭരണഘടനയുടെ ആമുഖം പ്രിയാമ്പിൾ ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഒരേ ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ഇതിലെ ഭേദഗതികളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭേദഗതിയാണ് 42ാം ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. എപ്പോഴും ചോദിക്കാറുള്ള ഭരണഘടനാ ഭേദഗതിയാണ്. നന്നായി പഠിച്ചോളുക, എന്തായാലും ഒരു മാർക്ക് ഷുവറായിട്ട് കിട്ടും. ഈ ഭരണഘടനാ ഭേദഗതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് ഭേദഗതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേട്ടോ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും കൂടിയാണ് അറിയപ്പെടുന്നത്. കുറേ കാര്യങ്ങൾ ഇപ്പോൾ മൗലിക കടമകളൊക്കെ വന്നിട്ടുള്ളത് 42ാം ഭേദഗതിയിലാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലോകസഭയുടെ ഒക്കെ കാലാവധി 6 വർഷത്തേക്ക് ആക്കിയിരുന്നത് 42ാം ഭേദഗതിയിലാണ്. പിന്നീട് അത് തിരിച്ച് വീണ്ടും 5 വർഷത്തേക്ക് ആക്കിയത് 44ാം ഭേദഗതിയിലാണ് 1978. സ്വത്തവകാശം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 44ാം ഭേദഗതി 1978ലാണ്. എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഭേദഗതികൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ട ഒരു ഏരിയയാണ്. ഇനി 9ാമത്തെ ചോദ്യം ബയോളജിയിൽ നിന്നാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ പദാർത്ഥം പല്ലിൻ്റെ ഇനാമലാണ്. ഓക്കെ, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കടുപ്പമേറിയ പദാർത്ഥം ഇനാമലാണ്. ശ്രദ്ധിക്കുക കേട്ടോ, നമ്മളതൊന്നും ഒരിക്കലും പല്ലിൻ്റെ ഇനാമലോ ഏറ്റവും കടുപ്പമുള്ളതെന്നൊക്കെ ചിന്തിക്കാം, പക്ഷെ അതാണ് കേട്ടോ. അറിയുന്നവരായിരിക്കാം എല്ലാവരും, പക്ഷെ എങ്കിൽ കൂടി പറഞ്ഞതാണ്. അറിയാത്ത ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടതെന്ന് വെച്ചിട്ടാണ് ഈ ഒരു ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ് കേട്ടോ, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ഥിരദന്തങ്ങളായിട്ട് 32ഉം അതുപോലെ തന്നെ എന്താണ് ജനിച്ച ഉടൻ അല്ലേ ഒരു കൊഴിഞ്ഞു പോകുന്നത് 20 പാൽപ്പല്ലുകളാണ്. ഓക്കെ, ജനിച്ചിട്ട് പിന്നെ വരുന്ന ഒരു 20 പല്ലുകളാണ് പാൽപ്പല്ലുകൾ എന്നറിയപ്പെടുന്നത്. ഈ പാൽപ്പല്ലുകളൊക്കെ പൊഴിഞ്ഞു പോയിട്ട് പിന്നീട് വരുന്നതാണ് സ്ഥിരദന്തങ്ങൾ. 32 സ്ഥിരദന്തങ്ങളാണുള്ളത്. ചർവണകം, അഗ്രചർവണകം, ഉളിപ്പല്ല്, കൊമ്പല്ല് ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള നമ്മുടെ പല്ലുകൾ. ഓക്കെ, 4 തരം പല്ലുകളാണ് ഉള്ളത് കേട്ടോ. ഇനി 10ാമത്തെ ചോദ്യം, കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 3 ആണ്. ഓക്കെ, എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. കേരളത്തിൽ മൊത്തം 44 നദികളും 34 തടാകങ്ങളുമാണുള്ളത്. അപ്പോൾ അതിൽ 44 എണ്ണത്തിൽ 3 എണ്ണം കിഴക്കോട്ടും ബാക്കിയുള്ള 41 എണ്ണം പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. അതിൽ ഏറ്റവും വലിയ നദി പെരിയാറാണ്. അതുപോലെ ഏറ്റവും ചെറിയത് മഞ്ചേശ്വരം പുഴയാണ്. ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ്, കാസർഗോഡിലൂടെയാണ് ഒഴുകുന്നത്. നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ നദികളൊന്നും ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പെരിയാർ, ഭാരതപ്പുഴ, പമ്പ മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് കേട്ടോ. എല്ലാം നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക. ചാലക്കുടി പുഴ ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ ചെറിയ ചെറിയ മീനച്ചിലാറ്, അങ്ങനെ ഓരോ തൂതപ്പുഴ, അങ്ങനെയുള്ള പുഴകളൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അങ്ങനത്തെ നദികളും കൂടി ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ 10 ചോദ്യങ്ങൾ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസ് തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ PYQs നന്നായിട്ട് നമ്മൾ നോക്കി പോകണം. അതോടൊപ്പം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളും ചെയ്തു പോവുക. അപ്പോൾ നമ്മുടെ നെഗറ്റീവൊക്കെ കുറയാനും എല്ലാത്തിനും ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്